ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് യോഗയെക്കുറിച്ച്. യോഗ ആദ്യമായിട്ട് ഒരാൾ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, യോഗയ്ക്ക് മുന്നേ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, യോഗ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് യോഗ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ 4 മണി മുതൽ 6 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അതായത് രാവിലെ 4 മണി മുതൽ പ്രകൃതി മൊത്തത്തിൽ ശാന്തമായിരിക്കുന്ന ടൈം. നമ്മുടെ പ്രകൃതിയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുപോലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നല്ലൊരു ശുദ്ധവായുവൊക്കെ കിട്ടുന്ന നല്ലൊരു ടൈമാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ടൈം യോഗ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് എന്ന് പറഞ്ഞ് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ തലകറക്കം ക്ഷീണം മെഡിസിനൊക്കെ എടുക്കുന്നവരുണ്ട്. അവർക്കൊന്നും ഈ ടൈം എണീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേറെയുള്ള ടൈം ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ടൈം ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. രാവിലെ 4 മണി മുതൽ ഒരു 10 മണി, 10:30, 11 മണി വരെ മാക്സിമം യോഗ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12, 1, 2, 3 അത്രയും സമയം ചെയ്യരുത്. ഉച്ച സമയത്ത് യോഗ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം 4 മണി മുതൽ മാക്സിമം 7 മണി വരെ യോഗ ചെയ്യാം. അതുപോലെ യോഗ ഒരിക്കലും മത്സര ബുദ്ധിയായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് ഒരാൾ ഇത്രയും ചെയ്തു എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല. എനിക്ക് എല്ലാ ദിവസവും യോഗ ചെയ്യണം, അയാൾ എന്ന് പോകുന്നുണ്ടല്ലോ, എനിക്ക് സുഖമില്ലെങ്കിൽ ഞാൻ പോയി യോഗ ചെയ്യും, അങ്ങനെ നമ്മൾ ഒരിക്കലും നമുക്ക് ബോഡി ഓക്കെ അല്ലാത്ത ടൈമോ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് നമ്മുടെ ബോഡി എപ്പോൾ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുക. യോഗയായാലും എന്തായാലും നമ്മൾ 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അത് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ കാരണമാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ മത്സര ബുദ്ധിയായിട്ട് അവൻ ചെയ്യുന്ന അത്ര എനിക്കും ചെയ്യണം എന്നുള്ള ഒരു മത്സര ബുദ്ധി. ചില കുട്ടികളൊക്കെ യോഗ പഠിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ബോയ്സൊക്കെ ഗേൾസിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ യോഗേനെ മത്സര ബുദ്ധിയോട് ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 പേരൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം. അങ്ങനെ ചെയ്ത് പെടലി ഉളുക്കുക, എവിടെയെങ്കിലും ഉളുക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുക. നമ്മൾ യോഗയെ ഒരിക്കലും ഒരു കളിയായിട്ട് എടുക്കില്ല. അതിലെ ഓരോ പോസ്റ്ററിനും അതിൻ്റേതായിട്ടുള്ള വിശുദ്ധിയും പവിത്രതയൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് ബോഡിക്ക് മാറ്റം മെൻ്റലി ഫിസിക്കലി ഉണ്ടാക്കാനുള്ള കഴിവ് ആ ഒരു പോസ്റ്ററിന് ഉണ്ട്. അപ്പോൾ ആ ഒരു മത്സര ബുദ്ധി ഒരിക്കലും നമ്മൾ യോഗയോട് ഒരിക്കലും കാണിക്കാൻ പാടില്ല. അത്രയും വിനയമായിട്ടും പവിത്രമായിട്ടും വിശ്വാസത്തോട് മാത്രം നമ്മൾ അതിലൊരു വിശ്വാസം അർപ്പിച്ച് വിനയത്തോട് മാത്രം യോഗയെ സമീപിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.